ഏകകോശ ജീവിയെ പോലും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത്ര കാലത്തിനിടയ്ക്ക്. 1970 മുതലൊക്കെ തന്നെ കാര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായിട്ടുള്ള ദൗത്യങ്ങൾ, ഇതിനായിട്ടുള്ള ടെലിസ്കോപ്പ് അറേസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും ഈ നേരത്തെ പറഞ്ഞ 1977 70 സെക്കൻഡ് നീണ്ട പിന്നെ കൺഫേം ചെയ്യാൻ പറ്റാത്ത ഒരു സിഗ്നൽ അല്ലാതെ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ ആയിരക്കണക്കിന് അമച്വർ അസ്ട്രോണമിസ്റ്റുകള് 10,000-കണക്കിന് ദിവസം ഇങ്ങനെ വാന നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇത് കണ്ടെത്താൻ കഴിയില്ല. ഇതുപോലെ ദേവപുരത്തിന്റെ അന്വേഷണത്തില് എന്താ UFO എന്ന് പറയുന്ന ഈ ഒരു ചൈതന്യോ അത് ഏതും ആവാം. തളിയ എന്ന് പറഞ്ഞ ഭാഗം ഒരു 1.5 വർഷത്തിന് മുമ്പ് ഒരു 9 മണി സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അടുത്തൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രകാശം ഇങ്ങനെ കറങ്ങി വരികയും ഒരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്തു. എനിക്ക് തന്നെ അതിശയം. എൻ്റെ വീടിൻ്റെ അടുത്ത് വർക്കല പാരിപ്പള്ളി. അതെ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ 2-3 വിളിച്ച് കാണിച്ച് അവിടെ നിൽക്കുന്ന കണ്ട യന്ത്രം അനങ്ങുന്നില്ല, പോകുന്നില്ല, എന്താണെന്ന് നോക്കി കുറച്ച് ഒരു മണിക്കൂറോളം ഞങ്ങൾ ഒരുപാട് പേര് ഞാൻ വിളിച്ച് കാണിച്ച്. ഇതാണെന്നില്ല, അതിനുശേഷം പറക്കം തളിയെ കുറിച്ചൊക്കെ ഇങ്ങനെ വാർത്തകൾ വായിക്കുന്നതല്ല. പറക്കം തളിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് മറ്റ് പ്ലെയിനോ അതുപോലുള്ള മറ്റു കാര്യങ്ങളോ നക്ഷത്രങ്ങളോ അല്ല. പിന്നെ അവർ സാറ് പറഞ്ഞ കണക്ക് നേരെ വരുന്ന തോന്നിച്ചിട്ടുള്ള പല കാര്യങ്ങളും പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾ ചിലപ്പോഴത്തേ ആകർഷണത്തിന്റെ വലയിൽ നിന്ന് വിട്ടുവരുമ്പോഴത്തേക്കും നമ്മളിലേക്ക് വരുന്ന തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ വലിയ കാര്യമാക്കാത്തതിന്റെ കാരണം അതാണെന്ന് അറിഞ്ഞത് കൊണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു. പട്ടാമ്പിയുടെ ആകാശത്തും എല്ലാം കണ്ടിട്ടുണ്ടോ? ആ ഗവൺമെന്റ് സാൻസ്ക്രിറ്റ് കോളേജിന്റെ ഞാൻ സയൻസിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനുള്ള സാധ്യത ഇല്ലാന്നൊന്നും സയൻസ് നിഷേധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക സോണിലാണ് ഭൂമി നിൽക്കുന്നത്. അത് കൃത്യമായ അകലത്തിൽ സോളിഡ് പ്ലാനറ്റ് ഫോം ചെയ്യാൻ പറ്റുന്ന, ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള അതുപോലെയുള്ള സ്ഥലങ്ങൾക്കായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പല നക്ഷത്രങ്ങളിൽ നിന്നുള്ള അതിന്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ നിന്നുള്ള പ്രകാശം റേഡിയോ സിഗ്നൽസ് അനലൈസ് ചെയ്തുകൊണ്ടും ലേസർ സിഗ്നൽസ് എന്തെങ്കിലും വരുന്നുണ്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തില് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് മീഥൈൻ ഉണ്ടോ, വാട്ടർ വേപ്പർ ഉണ്ടോ, ഓക്സിജൻ ഉണ്ടോ, ഓസോൺ ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊന്നും ഇക്വിലിബ്രിയത്തിൽ അല്ലാതെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാവാം. അതായത് ജീവൻ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ പോലത്തെ ജീവി അല്ലെങ്കിൽ അതിനപ്പുറത്തെ ജീവി എന്നൊന്നുമല്ല. നമ്മൾ മനുഷ്യന്റെ ഭാവന ആലോചിക്കുന്നതുകൊണ്ടാണ് ഈ ജീവികളെ മനുഷ്യന്റെ രൂപത്തിൽ സങ്കല്പിക്കുന്നത്. എന്തുകൊണ്ട് അത് മനുഷ്യനെ പോലെ ആവണം? അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ബാക്ടീരിയ ആവാം. പക്ഷെ ആ ഒരു ബാക്ടീരിയയുടെ ഫോസിൽ പോലും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓറിയൻ നെബുലയുടെ ഒരു പ്രോട്ടോപ്ലാനറ്ററി ഡിസ്ക് CH3+ റാഡിക്കൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു പ്രോബബിലിറ്റിയാണ്. കാരണം ഓർഗാനിക് റിയാക്ഷൻസ് നടക്കാനുള്ള ഒരു സാധ്യതയാണ്. ബേസിക്കലി ജീവൻ എന്ന് പറയുന്നത് കാർബണിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ ഒരു ഇതാണ്. കാർബോഹൈഡ്രേറ്റ്സും പലതരത്തിലുള്ള. ഇത് ഫോം ചെയ്യണമെങ്കിൽ വളരെ ഹൈ ആയ ഒരു എനർജി ഉണ്ടാവണം. അത് UV ലൈറ്റിൽ നിന്ന് കിട്ടണം. ഇനി ഇത് കിട്ടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് അമിനോ ആസിഡ്സ് ഉണ്ടായാലും ഇത് പ്രോട്ടീനും ന്യൂക്ലിയോടൈഡ്സും ഒക്കെ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. ഇനി അത് ഉണ്ടായാൽ തന്നെയും അത് അഡ്വാൻസ്ഡ് ആയ ഒരു ജീവിവർഗമായിട്ട് ഇവോൾവ് ചെയ്യണമെങ്കിലുള്ള പോസിബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം പല സ്ഥലങ്ങളിലും. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ലൈറ്റ് ഇയർ ദൂരെയാണ് ഇതൊക്കെ നിൽക്കുന്നത്. നമ്മുടെ ഗാലക്സിയിൽ തന്നെ 10,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ, അത്തരത്തിലുള്ള 10,000 കോടി ഗാലക്സികൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്ന സ്കെയിലിന് അപ്പുറത്താണ് ഇതൊക്കെ. അപ്പോൾ പക്ഷെ നമുക്ക് ഇതുവരെയുള്ള തെളിവ് ലൈറ്റിന്റെ വെലോസിറ്റിയാണ് പരമാവധി വെലോസിറ്റി എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഇത്രയും പ്രകാശവർഷം അകലെയുള്ള സാധനം എങ്ങനെയാണ് നമ്മുടെ ഇങ്ങോട്ട് എത്തുക എന്നുള്ള ചോദ്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.